സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക്. വേതന പാക്കേജ് പരിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ട് അടുത്ത മാസം 7-ന് മുഴുവൻ റേഷൻ കടകളും അടച്ചിട്ട് പ്രതിഷേധിക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും മാർച്ചും ധർണയും നടത്തും. രാഹുൽ സുരേഷ് കോഴിക്കോടും ചേരുന്ന വിവരങ്ങളുമായി. രാഹുൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പലകുറി സമരം നടത്തിയതാണ് റേഷൻ കട വ്യാപാരികൾ. പക്ഷേ അതിലൊന്നും തീരുമാനമാകാതെ വന്നതോടെയാണ് ഇപ്പോൾ കടുത്ത സമരങ്ങളിലേക്ക് റേഷൻ കട വ്യാപാരികൾ പോകുന്നത്. ഇതിന്റെ ഭാഗമായാണ് മാർച്ച് 7-ന് സംസ്ഥാനത്തെ മുഴുവൻ റേഷനുകളും ഏതാണ്ട് 14,000-ലധികം റേഷൻ കടകൾ അടച്ചിട്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മളോടൊപ്പം റേഷൻ കട വ്യാപാരി കൂടിയായ മുഹമ്മദ് അലി ഈക്ക ചേരുന്നുണ്ട്. എന്തൊക്കെ ആവശ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്? റേഷൻ വ്യാപാരിയുടെ വേതന പാക്കേജ് പരിഷ്കരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. 2018-ലാണ് റേഷൻ വ്യാപാരിയുടെ വേതനം പാക്കേജ് നടപ്പിലാക്കിയത്. 6 കൊല്ലം കഴിഞ്ഞു. ഇതുവരെ അതിനെക്കുറിച്ച് യാതൊരു നടപടി ഉണ്ടായില്ല. മാത്രമല്ല ഏറ്റവും കൂടുതൽ അവഗണന നേരിടുകയാണ്. പിന്നെ അംഗനവാടി ടീച്ചർമാർ മുതൽ തൊഴിലുറപ്പുകാർക്ക് വരെ വേതനം കൂട്ടിക്കൊടുത്തു. കേരളത്തിലെ 95 ലക്ഷം കുടുംബങ്ങൾക്ക് റേഷൻ നൽകുന്ന, സൗജന്യ റേഷൻ നൽകുന്ന കിറ്റ് നൽകി. ശരിക്കും കിറ്റ് നൽകിയെന്ന് പറയുമ്പോൾ 65 ജീവനാണ് ഞങ്ങൾ കൊടുത്തത്. കിറ്റ് കൊടുക്കുന്ന സമയത്ത് കോവിഡ് ബാധിച്ച് മരിച്ചത്. ഈ വ്യാപാരി സമൂഹത്തെ പാടെ അവഗണിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം, വളരെ ഗൗരവമുള്ളൊരു വിഷയം കൂടി പറഞ്ഞുതരാം. എന്താ, ഇവിടെ നവകേരള സദസ്സ് നടത്തിയപ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലും നിവേദനം കൊടുത്ത ഏക സംഘടന ഞങ്ങളാണ്. പക്ഷെ ഞങ്ങളെ ഈ ബഡ്ജറ്റിൽ പാടെ അവഗണിച്ചു. ഈ ഒരു സാഹചര്യത്തിലാണ് വേതന പാക്കേജ് പരിഷ്കരിക്കുക. അതുപോലെ തന്നെ കേന്ദ്രം നമ്മുടെ റേഷൻ സംവിധാനം തകർക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ അവഗണനയും ഞങ്ങൾ ഇതിനകത്ത് മുദ്രാവാക്യമാക്കി വെച്ചുകൊണ്ട് അതേമാതിരി KTPDS ആക്ട്, റേഷൻ വ്യാപാരികളെ ശരിക്കും കൊല്ലാക്കൊല കൊല്ലുന്ന KTPDS ആക്ട് പുനഃപരിശോധിക്കണമെന്ന്. അതുകൂടാതെ ക്ഷേമനിധി, നിങ്ങൾക്കറിയാം 200 രൂപ അംശാദായം വാങ്ങുന്ന ഏക ക്ഷേമനിധി ഞങ്ങളതാ. എന്നിട്ടോ ഞങ്ങൾ കൊടുക്കുന്ന പെൻഷൻ 1500. അപ്പോൾ ഇതും കാലോചിതമായി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച് 7-ന് റേഷൻ കടകൾ അടച്ചുകൊണ്ട് കേരളത്തിലെ പ്രബല സംഘടനകളായ AKRRDA, ജോണി നെല്ലൂർ നയിക്കുന്ന AKRRDA, അതേമാതിരി CITU, കേരളത്തിലെ ഭരണപാർട്ടിയുടെ സ്റ്റീഫൻ MLA ആണ് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, കൃഷ്ണപ്രസാദ് CPIയുടെ നേതാവ് കൃഷ്ണപ്രസാദ്, അതേമാതിരി തന്നെ അടൂർ മുൻ ഭക്ഷ്യമന്ത്രി നയിക്കുന്ന അടൂർ പ്രകാശ് നയിക്കുന്ന സംഘടന, ഈ 4 സംഘടനകളെ ഞങ്ങൾ സമരത്തിലേക്ക് നോട്ടീസ് കൊടുത്തത്. ഈ നോട്ടീസ് മുഖ്യമന്ത്രിക്കും ഭക്ഷ്യമന്ത്രിക്കും ധനമന്ത്രി ഉൾപ്പെടെ എല്ലാവർക്കും ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. വേണു, ഇങ്ങനെ സംസ്ഥാനത്തെ ഭരണപക്ഷ പാർട്ടിയുടെ സംഘടനകൾ ഉൾപ്പെടെ ഈ സമരത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ഈ ആവശ്യങ്ങൾ ന്യായമാണെന്ന് ഇവർ പറയുന്നു. എന്താണെങ്കിലും സമരത്തിലേക്ക് കടക്കാൻ തന്നെയാണ് നിലവിലെ തീരുമാനം. വേണു, രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.